കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. ലഹരിയെ പ്രതിരോധിക്കുവാനുള്ള മാർഗം കായികക്ഷമത കൈവരിക്കലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. TVS നാമൻസ് ഓട്ടോമൊബൈലിലൂടെ സ്വന്തമാക്കൂ പുത്തൻ അപ്പാച്ചെ സീരീസിലെ പുതിയ മോഡലുകളായ 160 4V, RR 310, RTR 310 എന്നീ പുതിയ മോഡലുകളിലുള്ള ബൈക്കുകളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് നാമൻസ് ഓട്ടോമൊബൈൽ LLP, TVS ഓതറൈസ്ഡ് മെയിൻ ഡീലർ, നുള്ളിപ്പാടി, കാസർഗോഡ്. കുഞ്ഞുങ്ങളിലേക്ക് ലഹരിയെത്തുന്ന മാർഗം തടയണമെന്നും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്കൂൾ വിട്ടിറങ്ങി വീട്ടിലേക്കെത്തുമ്പോഴേക്കും വാടിത്തളരുകയാണ് കുട്ടികൾ. അവരെ ഉണർവിലേക്ക് കൊണ്ടുവന്നാൽ അരുതാത്ത ശീലങ്ങളെ തടയാനാകും. സുംബ നൃത്തം പോലുള്ളവ പരിശീലിക്കുന്നത് കുട്ടികളിൽ ഉണർവുണ്ടാക്കും. എല്ലാ സ്കൂളുകളിലും കായിക മത്സരങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതി നടപ്പിലാക്കും. ജീവിതമാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി കുട്ടികൾ കളിക്കളത്തിൽ സജീവമാകട്ടെയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി ഉപയോഗത്തിൽ നിന്നും കുട്ടികളെയും യുവജനങ്ങളെയും അകറ്റി നിർത്താൻ ഏറ്റവും നല്ല മാർഗം അവരെ കായിക പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണെന്നും കായിക ശാരീരിക ക്ഷമതാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ ശരീരത്തിന് ദോഷമാകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ യാത്ര കായിക മന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. സിവിൽ സ്റ്റേഷനിൽ നിന്നും തുടങ്ങി പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള വാക്കത്തോണിൽ മന്ത്രി പങ്കെടുത്തു. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA, E ചന്ദ്രശേഖരൻ MLA, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, ജില്ലാ പോലീസ് മേധാവി BV വിജയ് ഭാരത് റെഡ്ഡി, സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് P ഹബീബ് റഹ്മാൻ, VV രമേശൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.